ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB എക്സാം മീറ്റ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ലോയുടെ ഒരു പാർട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. റൂൾ 35A, പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് എലക്ഷൻ ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷൻ. ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ഇലക്ഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ റൂൾ 35Aയിൽ പറയുന്നത്. അതിനെക്കുറിച്ച് അധികം സ്റ്റെപ്പുകളുണ്ട്. അത് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിലവിലുള്ള കമ്മിറ്റി 60 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റും ടൈമും സ്ഥലവും ഏതാണെന്ന് ഫിക്സ് ചെയ്ത് അവരൊരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്, ഈ പാസ്സാക്കിയ റെസൊല്യൂഷൻ ഇലക്ഷൻ കമ്മീഷന് ഒരാഴ്ചയ്ക്കുള്ളിൽ അയച്ചു കൊടുക്കണം. മൂന്നാമതായിട്ട്, ഈ അയച്ചു കൊടുത്ത സാധനം ഇലക്ഷൻ കമ്മീഷന് കിട്ടിക്കഴിയുമ്പോൾ അവർ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. ഇങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും റിട്ടേണിംഗ് ഓഫീസറുടെയും ഇലക്ട്രൽ ഓഫീസറുടെയും പേരുകൾ. ഈ ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ് ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്യേണ്ടത് 2 വെർനാക്കുലർ ഡെയിലീസിലായിരിക്കും. അതായത് പ്രാദേശികത്തിൽ നിലവിലുള്ള പ്രാദേശിക പത്രങ്ങളിൽ 2 എണ്ണത്തിലാണ് ഈ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ സൊസൈറ്റിക്ക് മെമ്പേഴ്സ് 500-ൽ കുറവാണെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ അതല്ലെങ്കിൽ ഹൈക്കോർട്ട് അംഗീകരിച്ചിട്ടുള്ള കൊറിയർ സർവീസ് വഴിയോ ഈ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇനി ഇലക്ട്രൽ ഓഫീസറുടെ ചുമതലയാണ് ഈ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ മെമ്പേഴ്സിന് കിട്ടിയെന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും സബ്മിറ്റ് ചെയ്യേണ്ടതും. ഇതെല്ലാം ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. ഇതെല്ലാം നടത്തേണ്ടത് 35 ദിവസങ്ങൾക്ക് ഉള്ളിലാണ്. വിത്തിൻ 35 days പ്രയർ ടു ദി ഡേറ്റ് ഓഫ് എലക്ഷൻ. എലക്ഷന് 35 ദിവസങ്ങൾക്ക് മുമ്പ് ചീഫ് എക്സിക്യൂട്ടീവ് വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രൽ ഓഫീസർ ഈ പ്രൈമറി പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഫോം നമ്പർ 34-ൽ പബ്ലിഷ് ചെയ്യും. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഫോം നമ്പർ 34-ൽ ഇലക്ട്രൽ ഓഫീസർ പബ്ലിഷ് ചെയ്യും. ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒബ്ജക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതറിയിക്കാനായിട്ട് ഒരു 7 ദിവസം അനുവദിച്ചു കൊടുക്കും. അതിനുശേഷം ഇലക്ട്രൽ ഓഫീസർ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഫോം നമ്പർ 35-ൽ 20 ദിവസങ്ങൾക്കുള്ളിൽ പബ്ലിഷ് ചെയ്യും. ആദ്യം നമ്മൾ കണ്ടത് 35 ദിവസത്തിന് പ്രയർ ടു ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഫോം നമ്പർ 34-ൽ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം 7 ദിവസത്തെ ഒബ്ജക്ഷൻ കൊടുത്തിട്ട് വിത്തിൻ 20 days ഫോം നമ്പർ 35-ൽ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇനി ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ് ID കാർഡ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇലക്ഷന് 2 ദിവസം മുന്നേ, അതായത് ഇലക്ഷൻ്റെ ദിവസത്തിന് 2 ദിവസം മുന്നേ വരെ നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവിന് ID കാർഡ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം പാടുള്ളതല്ല. ഇനി ഇതിലെന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ, ഈ ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ഇലക്ട്രൽ ഓഫീസറെ അറിയിക്കേണ്ടതാണ്. ഇനി നോമിനേഷൻ പേപ്പറിൻ്റെ ഫോം നമ്പർ 36 ആണ്. അത് കിട്ടിയെന്നുള്ളതിൻ്റെ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 37-ലാണ്. ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കുന്നതിൻ്റെ കൂടെ കാൻഡിഡേറ്റ്സ് എല്ലാവരും 250 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. അതായത് SC/ST ഒഴികെയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 250 രൂപയും SC/ST ആണെങ്കിൽ 125 രൂപയും ഇലക്ഷൻ്റെ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഇലക്ഷൻ ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്ത് തരും ചില സാഹചര്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പേഴ്സണ് 10% വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, 10% കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് തിരികെ നൽകുന്നതാണ്.
അതല്ലെങ്കിൽ നോമിനേഷൻ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് തിരികെ നൽകും. റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ എമൗണ്ട് തിരികെ കിട്ടും. ഇനി അയാൾ വോട്ട് നടത്തിയിട്ടോ അതല്ലാതെയോ ജയിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ഈ ഡെപ്പോസിറ്റ് തുക തിരിച്ചു കിട്ടുന്നതാണ്. ഇലക്ട്രൽ ഓഫീസറാണ് ബാലറ്റ് പേപ്പർ പ്രിൻ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ നടക്കേണ്ടത്. ഈ ബാലറ്റ് പേപ്പേഴ്സ് റിട്ടേണിംഗ് ഓഫീസർക്ക് ഇലക്ഷൻ്റെ തലേ ദിവസം ഇലക്ട്രൽ ഓഫീസർ കൈമാറേണ്ടതാണ്. റിട്ടേണിംഗ് ഓഫീസറാണ് പോളിംഗ് ബൂത്ത് അറേഞ്ച് ചെയ്യേണ്ടത്. ഒരു പോളിംഗ് ബൂത്ത് എന്ന് പറയുന്നത് 1200 വോട്ടേഴ്സിനായിരിക്കും. റിട്ടേണിംഗ് ഓഫീസറായിരിക്കും പോളിങ്ങിൻ്റെയും കൗണ്ടിങ് ഓഫീസേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. പോളിങ്ങിനായിട്ട് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർ, 1 പോളിംഗ് അസിസ്റ്റൻ്റ്, അങ്ങനെ 4 പേരും. കൗണ്ടിങ്ങിൻ്റെ സമയത്ത് ഈ പറയുന്ന ആളുകൾ തന്നെ കൗണ്ടിങ് സൂപ്പർവൈസറും കൗണ്ടിങ് ഓഫീസറും കൗണ്ടിങ് അസിസ്റ്റൻറ്റുമായിട്ട് മാറും. അങ്ങനെ 4 പേരാണ് ഇതിന് വേണ്ടത്. ഇനിയിപ്പോൾ ഒരു പോളിംഗ് ബൂത്തേ ഉള്ളൂ എങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ തന്നെയായിരിക്കും പ്രിസൈഡ് ഓഫീസറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഒരു മെമ്പർക്ക് നമ്മൾ ബാലറ്റ് പേപ്പർ കൊടുക്കേണ്ടത് അയാൾ ഒന്നെങ്കിൽ സൊസൈറ്റി ഇഷ്യൂ ചെയ്ത ID കാർഡും അതിൻ്റെ കൂടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, ID ഇഷ്യൂഡ് ബൈ എംപ്ലോയർ, അങ്ങനെ ഏതെങ്കിലും ഒന്നും കൂടെ ഉണ്ടെങ്കിലാണ് ഈ ബാലറ്റ് പേപ്പർ നമ്മൾ മെമ്പർക്ക് ഇഷ്യൂ ചെയ്യുള്ളൂ. ഇനി ഇലക്ഷൻ കഴിഞ്ഞു വോട്ട് ഈക്വലായിട്ട് വരുവാണെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ ലോട്ട് എടുത്തിട്ടാണ് ആരാണ് വിജയി എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഇനി ഇലക്ഷന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷൻ്റെ മെറ്റീരിയൽസ് സെക്രട്ടറിക്ക്, അതായത് ചീഫ് എക്സിക്യൂട്ടീവിന് കൈമാറേണ്ടതാണ്. സെക്രട്ടറി ഈ ഡീറ്റെയിൽസ് മൊത്തം, അതായത് ഈ ഇലക്ഷൻ്റെ മെറ്റീരിയൽസ് മൊത്തം 3 മാസം വരെ സൂക്ഷിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ച് എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കേസ് തീരുന്നിടം വരെ ഇത് സേഫ് കസ്റ്റഡിയിൽ വെക്കേണ്ടതാണ്. ഇനി ഈ ഇലക്ഷൻ്റെ കോസ്റ്റ് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇത്രയുമാണ് ഇലക്ഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. 60 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ റെസൊല്യൂഷൻ ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യണം. റിട്ടേണിംഗ് ഓഫീസറെ, ഇലക്ടറൽ ഓഫീസറെ നിയമിക്കണം. അതുകൂടാതെ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് 35 ദിവസത്തിനുള്ളിലും ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് 20 ദിവസത്തിനുള്ളിലും ചെയ്യണം. അതിൻ്റെയൊക്കെ ഫോം നമ്പർ 34 പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ്, 35 ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ്, നോമിനേഷൻ പേപ്പറിൻ്റെ ഫോം നമ്പർ 36, അതിൻ്റെ അക്നോളജ്മെൻറ്റ് 37. പിന്നെ SC/ST ഒഴികെയുള്ള ആളുകൾക്ക് 250 രൂപയും SC/STയിലുള്ള ആളുകൾക്ക് 125 രൂപയും ഡെപ്പോസിറ്റ് കൊടുക്കണം. പിന്നെ 3 മാസം വരെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സെക്രട്ടറി, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് സൂക്ഷിക്കണം. ഈക്വൽ വോട്ട്സ് വരുവാണെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ ലോട്ട് എടുത്ത് തീരുമാനിക്കും. ഇലക്ഷൻ്റെ കോസ്റ്റ് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇത്രയാണ് ഇലക്ഷൻ്റെ പ്രൊസീജിയറിൽ വരുന്നത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. സോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.